ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ഇന്നലെ പുതുവർഷത്തിൽ 87,774 ഭക്തർ ഇരുമുടിയേന്തി 18-ാം പടി കയറി ദർശനം നടത്തി. മകരവിളക്ക് മഹോത്സവം വരെയുള്ള എല്ലാ ദിവസവും ക്രമാതീതമായി തിരക്ക് ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട്. നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ദിവസം മുതൽ രാവും പകലുമെല്ലാം ഭക്തജന നിബിഡമാണ് സന്നിധാനം. മല കയറിയെത്തുന്ന ഭക്തജനങ്ങൾ, ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, ഒപ്പം തന്നെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ, വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും എല്ലാം തിരക്ക് സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ മണിക്കൂറുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ട്. ഫ്ലൈ ഓവറിലേക്ക് എത്തിയാലും ഫ്ലൈ ഓവറിലെ ക്യൂവും വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. 18-ാം പടി മിനിറ്റിൽ 3000-ന് മുകളിൽ ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. 18-ാം പടി കയറുന്നു. നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മണ്ഡലകാലത്ത് എന്ന പോലെ തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നിലയ്ക്കലും പമ്പയിലും നിയന്ത്രണങ്ങൾ ഉണ്ട്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുകയും പിന്നീട് പമ്പയിൽ നിന്ന് മല കയറിയെത്തുമ്പോൾ മലക്കൂട്ടം മുതൽ വിവിധ ഇടങ്ങളിൽ ഭക്തർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നു. ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി പലയിടത്തും ബാരിക്കേഡിനുള്ളിൽ ക്യൂ കോംപ്ലക്സുകൾക്കുള്ളിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നു. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മലയാളികളെക്കാൾ അല്ലെങ്കിൽ മലയാളികൾക്കൊപ്പം എന്ന് തോന്നിക്കും വിധമാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഓരോ മണിക്കൂറുകളിലും സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പോലും അതിൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പമ്പ അഴുതക്കടവ് പാതയിലൂടെയും സത്രം പുൽമേട് പാതയിലൂടെയും കാനന പാതകളിലൂടെ ധാരാളം ഭക്തജനങ്ങൾ മണ്ഡലകാലത്ത് എന്ന പോലെ തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തും ധാരാളമായി എത്തുന്നുണ്ട്. സത്രം പുൽമേട് പാതയിലൂടെ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്താണ് ഭക്തജനങ്ങളെ കടത്തിവിടുക. ഇനി ജനുവരി 12-ാം തീയതി പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നു. 14-ാം തീയതി ഘോഷയാത്ര സന്നിധാനത്തെത്തും. മകരജ്യോതി ദർശനം, തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പ്, അതിൻ്റെയൊക്കെ ദിവസങ്ങളിലേക്ക്, പുണ്യനാളുകളിലേക്ക് കടക്കുകയാണ് സന്നിധാനം. വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുമുണ്ട്. മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ തുടക്കം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ 14-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അത് ഉറപ്പാക്കുന്ന ദൃശ്യങ്ങളാണ്, കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്ന് മുഴുവൻ മണിക്കൂറുകളിലും കാണാനാവുകയും ചെയ്യുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി.